വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡ് വലിയൊരു അനുഗ്രഹമായി മാറാൻ പോകുക. കഴിഞ്ഞ ദിവസം ഞാനൊരു പ്രോമിസ് തന്നിരുന്നു. യേശു എങ്ങനെയാണ് ദരിദ്രരെ കണ്ടത്, യേശു എങ്ങനെയാണ് സമ്പന്നരെ കണ്ടത്, അതിനെക്കുറിച്ച് ആ പേഴ്സ്പെക്റ്റീവ് ഒന്ന് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ എപ്പിസോഡിൽ മെയിൻലി ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ജീസസ് ആൻഡ് ദ പൂർ, യേശുവും ദരിദ്രരും. ഇതിൻ്റെ പിന്നാലെ ഒരു ദിവസം യേശു സമ്പന്നരെ എങ്ങനെ കണ്ടു എന്നതുകൂടെ വിശദീകരിക്കുമെങ്കിൽ മാത്രമേ ഫുൾ സ്റ്റഡി ആകുള്ളൂ. അതുകൊണ്ട് ഇന്നത്തെ മാത്രം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ടൊരു സ്റ്റഡി ആയതുകൊണ്ട് എല്ലാവർക്കും ഇതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക. ഹാർവസ്റ്റ് കേരളത്തിൽ കാണുന്നവർ മറ്റുള്ളവരെ കൂടെ ഇപ്പോൾ ക്ഷണിക്കുക. അതുപോലെ യൂട്യൂബിൽ കാണുന്നവർ കാണും, ഫേസ്ബുക്കിൽ കാണുന്നവർ കാണും, അവരൊക്കെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഒരു വാച്ച് പാർട്ടി ആരംഭിക്കുക. ഇല്ലെങ്കിൽ ഓഡിയോ പ്ലാറ്റ്ഫോമുകളിൽ കേൾക്കുന്ന പലരും കാണും. ആപ്പിൾ പോഡ്കാസ്റ്റിലോ ഗൂഗിൾ പോഡ്കാസ്റ്റിലോ സ്പോട്ടിഫൈയിലോ നിങ്ങൾക്കും അതൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഇന്നത്തേത് ഒരു വലിയ അനുഗ്രഹമായി മാറട്ടെ. ഇന്നത്തെ സ്പോൺസേഴ്സിനായി നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ആദ്യത്തെ നമ്മുടെ സ്പോൺസർ, ഇന്നൊരു സ്പോൺസറേ ഉള്ളൂ. അത് ഓസ്ട്രേലിയയിൽ നിന്ന് അതുല്യ ആൻഡ് മിഥുൻ ആണ്. ഇന്ന് അവരുടെ വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി അതുല്യ ആൻഡ് മിഥുൻ. കർത്താവെ, ഓസ്ട്രേലിയയിൽ സ്വന്തമായിട്ടൊരു ഭവനം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അതുല്യക്ക് നല്ല ശമ്പളത്തോടുകൂടിയുള്ള ജോലി എത്രയും വേഗം ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിഥുൻ, അതുല്യ, മകൾ ഏവ എന്നിവർ കർത്താവെ അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കൃപ ഇവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവെ, യേശുവിന്റെ നാമത്തിൽ തന്നെ. Amen. Amen. Thank you so much for sponsoring today's episode. കർത്താവ് ഫാമിലി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അപ്പോൾ തന്നെ നിങ്ങൾക്കും ഇതുപോലെ അടുത്ത ദിവസങ്ങളിൽ ഇതിൻ്റെ സ്പോൺസേഴ്സായി ബ്ലെസ്സിങ് പാർട്ണർഷിപ്പ് പ്രോഗ്രാമിലെ ഒരു പാർട്ണറായി ഒക്കെ നിങ്ങൾക്ക് മാറാം. നമുക്ക് ഈ സമയത്ത് ഏവർക്കും ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് നമുക്ക് പോകാം. 6-ാം അധ്യായം 20-ാമത്തെ വചനം. Luke 6:20. Then he, Jesus, lifted up his eyes toward his disciples and said, Blessed are you poor, for yours is the kingdom of God. അനന്തരം അവൻ ശിഷ്യന്മാരെ നോക്കി പറഞ്ഞത്, ദരിദ്രന്മാരായ നിങ്ങൾ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം ദൈവരാജ്യം നിങ്ങൾക്കുള്ളത്.
ഇതൊരു ഭയങ്കര സ്റ്റേറ്റ്മെൻ്റാണ്. ശിഷ്യന്മാരെ നോക്കിയിട്ടാണ് പറയുന്നത്, ബ്ലെസ്ഡ് ആർ യു പൂർ, ഫോർ യോഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. യേശു പറഞ്ഞ പല കാര്യങ്ങളും അത് മാത്രമായിട്ടെടുത്താൽ ചില സമയത്ത് മറ്റു ഭാഗങ്ങൾ അല്ലെങ്കിൽ യേശുവിൻ്റെ ഫുൾ ടീച്ചിങ്, ദ എൻറ്റയറിറ്റി ഓഫ് ജീസസ് ഡോക്ട്രിൻ ഓർ ടീച്ചിങ് മനസ്സിലാക്കാതിരുന്നാൽ പലപ്പോഴും വലിയ അബദ്ധങ്ങളൊക്കെ പറ്റാം. ഇവിടെ ശിഷ്യന്മാരെ നോക്കിയിട്ടാണ് പറയുന്നത്, ബ്ലെസ്ഡ് ആർ യു പൂർ. ഒരു മിക്കവാറും അന്നത്തെ അവസ്ഥയിൽ ഒരു വലിയ സാമ്പത്തിക ശേഷിയുള്ള വലിയ ധനവാന്മാരൊന്നും ആയിരുന്നില്ല ഈ ശിഷ്യന്മാരിലുണ്ടായിരുന്ന ആളുകൾ. കൂടാതെ യേശു അവിടെ പറയുന്നത്, ഫോർ യോഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യം നിങ്ങളുടേതാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് കണക്ട് ചെയ്ത് മാത്യു 5:3 കൂടെ വായിക്കണം. മാത്യു 5:3 പറയുന്നത് ഇങ്ങനെ, ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇവിടെ പറയുന്നത് ആത്മാവിൽ എന്ന് കൂടെ ഒരു ഭാഗം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ്, ഫോർ theirs ഈസ് ദ കിങ്ഡം ഓഫ് ഹെവൻ. ഇത് രണ്ടും കൂടി കൂട്ടി വായിച്ചാൽ എന്ത് കിട്ടും? ഒരു ഭാഗം മാത്രം വായിക്കാം. മറ്റേത് നമ്മൾ വായിച്ചിട്ട് ബ്ലെസ്ഡ് ആർ ദ പൂർ, ബ്ലെസ്ഡ് ആർ യു പൂർ, ഫോർ യോഴ്സ് ഈസ് ദ കിങ്ഡം ഓഫ് ഗോഡ്. അപ്പോൾ ഈ ലോകത്തിലെ ദരിദ്രരായവർക്കുള്ളതാണ് ദൈവരാജ്യം. സമ്പന്നന്മാർ മുഴുവൻ പുറത്ത്, ദരിദ്രർ മുഴുവൻ അകത്ത്. ഇങ്ങനെയല്ലേ നമ്മൾ ലോജിക്ക് പോകുന്നത്. എന്നാൽ മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കും, ഇതൊക്കെ വിട്ട് ചേർത്ത് പഠിക്കണം. വേറെ പലതും ഉണ്ട്, അതും എല്ലാം കൂടി ചേർത്ത് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ഇവിടെ ദാരിദ്ര്യം എന്ന് കർത്താവ് പ്രധാനമായി ഉദ്ദേശിക്കുന്നത് എന്താണ്? ആത്മാവിലെ ദാരിദ്ര്യമാണ്. ബ്ലെസ്ഡ് ആർ ദ പൂർ ഇൻ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ ഈ പ്രധാനമായും അവിടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം, ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ആഗ്രഹമുള്ള, അല്ലെങ്കിൽ സ്പിരിച്വലി ഞാനൊന്നും ആയിട്ടില്ല, ഐ എം നോട്ട് കണ്ടെൻറ്റഡ്, ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് with the status of my spiritual things, affairs, matters എന്ന രീതിയിൽ തൃപ്തി അടയാത്ത, ഞാനെല്ലാമാണ് എന്ന് അഹങ്കരിക്കുന്നവരല്ല, താഴ്മയോടെ ഞാനൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നവർ ഭാഗ്യവാന്മാർ, for theirs is the kingdom of heaven. അപ്പോൾ തന്നെ ഒരു മറുവശം കൂടി അതിനുണ്ട്. അത് പിന്നാലെ ചില വചനങ്ങളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അടുത്ത വചനത്തിലേക്ക് പോകാം. ഇന്ന് കുറച്ചധികം വചനം തരാൻ പോവുകയാണെ. ലൂക്ക് 4:18 കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചതാണ്, വീണ്ടും വായിക്കാം. ലൂക്ക് 4:18, ലൂക്കോസ് 4:18 കുറിച്ച് വെക്കണേ, എല്ലാവരും നോട്ട്സ് എഴുതണേ. The Spirit of the Lord is on me because He has anointed me to proclaim good news to the poor. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. അവൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. എന്തിനു വേണ്ടി? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ. ഞാൻ ഇത് പറയുമ്പോഴൊക്കെ അനേക പ്രാവശ്യം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ദരിദ്രന്മാർ എന്ന് പറയുമ്പോൾ രണ്ട് തരം ദരിദ്രന്മാരോടുള്ള സദ്വർത്തമാനം അവിടെയുണ്ട്. വൺ ഈസ് ഫൈനാൻഷ്യലി പൂർ, ഇക്കണോമിക്കലി പൂർ, ഇക്കണോമിക്കലി ഡിസഡ്വാൻറ്റേജ്ഡ് ആൻഡ് ഡെസ്റ്റിറ്റ്യൂട്ട്സ്. കാശില്ല, ആസ്തിയില്ല, ബാങ്ക് ബാലൻസ് ഇല്ല, എങ്ങനെ മുന്നോട്ട് ജീവിക്കണമെന്നറിയില്ല, അതുപോലെ ആയിരിക്കുന്ന വ്യക്തികൾ. അവർക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. തീർച്ചയായിട്ടും അവരുടെ അവസ്ഥകളെ മാറ്റും. ഞാൻ വീണ്ടും പറയുന്നു, എനിക്കിത് നട്ടലോടെ പറയേണ്ടിയിരിക്കുന്നു. കാരണം എൻ്റെ അനുഭവത്തിൽ മാത്രമല്ല, അനേകരുടെ അനുഭവത്തിൽ യേശു കർത്താവ് വന്ന് ഭൗതിക ദാരിദ്ര്യം മാറ്റിയ ഒത്തിരി കാര്യങ്ങൾ വചനത്തിലുണ്ട്. വചനത്തിൻ്റെ സപ്പോർട്ട് കൂടി ഞാൻ പറയുന്നത്. അതല്ലാതെ ഇതിന് മെറ്റീരിയലിസമായിട്ടോ, പിന്നെ സാധാരണ പറയുന്നൊരു ടെർമിനോളജി ഉണ്ട്, പ്രോസ്പെരിറ്റി ഗോസ്പലായിട്ടോ ഒന്നും എനിക്ക് കാണാൻ സാധ്യമല്ല. അൺപ്രിജുഡിസ്ഡ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ, ബയസ്ഡ് അല്ലാതെ ചിന്തിക്കുകയാണെങ്കിൽ, യേശു പലരുടെയും ജീവിതത്തിലേക്ക് വന്ന് അവരുടെ അവസ്ഥകൾക്ക്, അതുപോലെ ഭൗതിക അവസ്ഥകൾക്ക് മാറ്റം വരുത്തിയിട്ടുണ്ട്. അങ്ങനെയുള്ളവർ ഇന്നും ജീവിച്ചിരിക്കുന്നുണ്ട്. ഒന്നും രണ്ടും പേരൊന്നുമല്ല, ജനലക്ഷങ്ങൾ, കോടികൾ.
യേശു വന്ന് ദാരിദ്ര്യം മാറ്റി അവസ്ഥകളെ മാറ്റിയ ആളുകൾ ഇന്നും ജീവിച്ച് അവരുടെ സാക്ഷ്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുക. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിലും ദാരിദ്ര്യം ഉണ്ടെങ്കിൽ എന്നും ദാരിദ്ര്യത്തിൽ കിടക്കണമെന്ന് ദൈവം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ഘട്ടത്തിൽ സാമ്പത്തിക ക്ലേശങ്ങൾ വരാം. ഒരു ഘട്ടത്തിൽ കൊറോണ കാലത്ത് എത്രയോ പേരുടെ സാമ്പത്തികം തകർന്നുപോയി. 1-2 പേരുടെയാണ്. ലോകമെമ്പാടും ബിസിനസ്സുകൾ കൊളാപ്സായി, ഫാക്ടറികൾ അടഞ്ഞു കിടന്നു. ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്ന സ്റ്റോക്ക് വിറ്റഴിക്കാൻ കഴിയാതെ ഇനി അത് ഉപയോഗിക്കാൻ കഴിയാത്ത രീതിയിലേക്കായിപ്പോയി. എത്രയോ പേർക്ക് ജോലി നഷ്ടപ്പെട്ടു, വരുമാന മാർഗങ്ങൾ നഷ്ടപ്പെട്ടു. ഞാനൊരു കാര്യം, നിങ്ങൾക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കുക, ഇല്ലെങ്കിൽ വിശ്വസിക്കേണ്ട. ദൈവം ദാരിദ്ര്യത്തെ മാറ്റുന്നവനാണ്. അറ്റ്ലീസ്റ്റ് ഇങ്ങനെയെങ്കിലും വിശ്വസിക്കുക. ദൈവം ദരിദ്രനല്ലെന്നൊന്ന് വിശ്വസിക്കാൻ പറ്റും. ഇതെല്ലാം അവൻ്റെ അല്ലേ? നമ്മൾ പോലും അവൻ്റെ പ്രോപ്പർട്ടി. സകല ജഡവും അവൻ്റെതാണ്, സകല ആത്മാക്കൾ അവൻ്റെതാണ്, അതിൻ്റെ നിവാസികൾ അവൻ്റെതാണ്, പൊന്നും വെള്ളിയും അവൻ്റെതാണ്, ഈ സമുദ്രത്തിലെ നിക്ഷേപങ്ങൾ, കാണുന്ന പ്രപഞ്ചം മുഴുവൻ ദൈവത്തിൻ്റെതാണ്. ദൈവം ദരിദ്രനല്ലെന്നൊന്ന് വിശ്വസിക്കാമോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ മക്കൾക്ക് ഒരു ഐശ്വര്യം വരണ്ടേ? ലോജിക്കലി ക്രിസ്തു നിമിത്തം അല്ലെങ്കിൽ ചില പ്രത്യേക സാഹചര്യങ്ങൾ നിമിത്തം, മിഷണറി പ്രവർത്തനങ്ങൾ നിമിത്തം എല്ലാം വിട്ട് കർത്താവിൻ്റെ വേലയിൽ ഇറങ്ങിയ തുടക്കകാലങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ചില സീസണുകൾ ദാരിദ്ര്യത്തിലൂടെ, ഒന്നുമില്ലായ്മയിലൂടെ പലരും പോയേക്കാം. എല്ലാവരും പോകണമെന്നൊന്നും നിർബന്ധമില്ല. ഞങ്ങൾ പോയിട്ടുണ്ട്. പലരും പോയേക്കാം. അതിൻ്റെ അർത്ഥം അത് പെർമനൻ്റ് ആണെന്നല്ല. അത് മാറും. അവസ്ഥകളെ മാറ്റുന്നൊരു ദൈവം ഉണ്ടെന്ന് തന്നെയാണ് വചനം മുഴുവൻ പഠിച്ചാൽ അത് തന്നെ. ദൈവം അനുഗ്രഹിക്കുന്നവനാണ്. എങ്ങനെ? ആത്മീയമായി മാത്രമല്ല, ഭൗതികമായും അനുഗ്രഹിക്കുന്നവൻ തന്നെയാണ്. ഇനി നമുക്ക് 1-2 ഭാഗങ്ങളിലേക്ക് പോകാം. മർക്കോസിന്റെ സുവിശേഷം 12 41 മുതൽ 44 വരെ വായിക്കുമ്പോൾ, ജീസസ് സാറ്റ് ഡൗൺ opposite the place with the offerings and watched the crowd putting their money into the temple treasury. Many rich people threw large amounts. പിന്നെ യേശു ശ്രീഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണം ഇടുന്നത് നോക്കിക്കൊണ്ടിരുന്നു. ധനവാന്മാർ പലരും വളരെ ഇട്ടു. ദരിദ്രയായൊരു വിധവ വന്ന്, ഒരു മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കുക. Jesus sat down opposite the place where the offerings were put. എല്ലാ ദിവസവും അവിടെ പോയിരുന്നെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ അന്നത്തെ ദിവസം ആളുകൾ സ്തോത്രക്കാഴ്ച ഇടുന്ന പെട്ടിയുടെ ഓപ്പോസിറ്റ് പോയി യേശു ഇരിപ്പിരുന്നു. He's watching and watching and watching. എനിക്കൊരു കാര്യം അതിന്ന് മനസ്സിലായി. ഈ നമ്മുടെയൊക്കെ മീറ്റിങ്ങിലൊക്കെ സ്തോത്രക്കാഴ്ച എടുക്കുമല്ലോ, ഒരു സഞ്ചിയൊക്കെ ആയിട്ട് പോവും അല്ലേ? അല്ലെങ്കിൽ നമ്മൾ അനൗൺസ് ചെയ്യും, ജീസസ് ഈസ് വാച്ചിങ്. ആര് എന്തിടുന്നു അവൻ വാച്ച് ചെയ്യുന്നുണ്ട്. ആരെന്തിടുന്നു വാച്ച് ചെയ്യുന്നുണ്ട്. കല്യാണങ്ങൾ നടക്കും. കല്യാണത്തിനൊക്കെ ഗിഫ്റ്റ് കൊണ്ടുവരും ആളുകൾ. കല്യാണം കഴിഞ്ഞ് ഗിഫ്റ്റ് കൊണ്ടുവരും. ഇപ്പോൾ എല്ലാം കൂടി വാരി ഒരു സ്ഥലത്ത് വയ്ക്കും. അതിന് ശേഷം കുറച്ചൊക്കെ ഒന്ന് ബഹളമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ആരൊക്കെ എന്തൊക്കെ തന്നു എന്നറിയാനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഈ ഗിഫ്റ്റ് റാപ്പ് ചെയ്തൊക്കെ പൊറിച്ച് അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സ്ലിപ്പ് കാണും. ഡാഷ് ആൻഡ് ഫാമിലി, ഡാഷ് ആൻഡ് ഫാമിലി, ഡാഷ് ആൻഡ് ഫാമിലി, ഡാഷ് ആൻഡ് ഫാമിലി വിത്ത് ബെസ്റ്റ് കോംപ്ലിമെൻറ്റ്സും ഡാഷ്. കുറേ ഉണ്ടായിരിക്കും. പാത്രങ്ങൾ ഇപ്പം എന്തൊക്കെ കൊടുക്കുന്നതെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ക്ലോക്ക്, പണ്ടൊക്കെ കിട്ടിയിരുന്ന സാധനങ്ങൾ, ചെമ്പ് പാത്രം, പിന്നെ കുക്കറ്, ഗ്ലാസ്, കപ്പുകളുടെ ഒരു 6 സെറ്റ്, എന്തൊക്കെ ക്ലോക്ക് വർക്ക്, ഇങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് സാധാരണ ഒരു കാലത്ത്. ഇപ്പോൾ അറിഞ്ഞുകൂടാ, അത് സിസ്റ്റം ഉണ്ടോയെന്ന് അറിഞ്ഞുകൂടാ. അപ്പം നമുക്ക് ആരെ തന്നതെന്ന് അറിയാനൊരു ക്യൂരിയോസിറ്റി ഉണ്ട്. ഇതേ ക്യൂരിയോസിറ്റി യേശുവിനുമുണ്ട്. അവന് വേണ്ടി കൊടുക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത്, യേശു സ്തോത്രക്കാഴ്ചയിടുന്നതിൻ്റെ അവിടെ പോയി ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കണ്ടത്, many rich people came and threw in large amounts. വലിയ സ്വർണ്ണ നാണയങ്ങളോ സിൽവർ നാണയങ്ങളോ ഒക്കെ കൊണ്ടുവന്ന് വലിയത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു. 42 but a poor widow came and put in 2 very small copper coins worth only a few cents. ദരിദ്രയായ ഒരു വിധവ വന്ന് ഒരു പൈസയ്ക്ക് ശരിയായ 2 കാശിട്ടു. ആ സമയത്താണ് യേശു നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ
ചെറിയ 2 കോപ്പർ കോയിൻസ് എന്ന് പറഞ്ഞാൽ വില വളരെ കുറച്ചുള്ളൂ. പണ്ട് നമുക്ക് ഒറ്റ പൈസ എന്നും പറഞ്ഞുണ്ടായിരുന്നു. ഒരു ചെറിയ മൂല്യമുള്ള 2 കോയിൻസ് അതേ ഉള്ളൂ അവിടെ കൊണ്ടുവന്ന് അവളും ഇട്ടു. Calling his disciples to him, Jesus said, "Truly I tell you, this poor widow has put more into the treasury than all the others." അപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ജീസസ് ഹാഡ് എ സിലബസ്. യേശു ഈ 12 പേരെ ട്രെയിൻ ചെയ്യുമ്പോൾ ജീസസിന് ഒരു സിലബസ് ഉണ്ട്. അതിൽ അന്ന് ഒരു ക്ലാസ് റൂം സെറ്റിങ്ങിൽ ഇരുന്ന് ഇങ്ങനെ പഠിപ്പിക്കുമല്ല, ലൈഫിലെ വിവിധ ഒക്കേഷൻസ് സീൻസിനെടുത്തുകൊണ്ട് യേശു കർത്താവ് അവർക്ക് ഓരോന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ആ 2 ചില്ലിക്കാശ് വീണ ഉടൻ തന്നെ യേശു ശിഷ്യന്മാരെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത്? ഒന്നുകൂടി ഒന്ന് വായിച്ചു തരാമോ? അവൻ ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ചു, ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു. ഇതെങ്ങനെയാ പരിപാടി നടക്കുന്നത്? സ്വർണ്ണ നാണയങ്ങൾ വീണിട്ടുണ്ട്. വലിയ വലിയ എമൗണ്ടുകളാണ് ചില സമ്പന്നർ കൊണ്ടുവന്നിട്ടത്. പക്ഷെ ഈ സ്ത്രീ ഏറ്റവും മൂല്യം കുറഞ്ഞതിട്ടു. സമ്പന്നന്മാർ വലുത് കൊണ്ടുവന്നിട്ടു. ഇങ്ങനെ ഇരിക്കുന്നു. ഇത്രയും വലിയ മൂല്യമുള്ളത് ഈ സ്ത്രീയുടെ ഇങ്ങനെയുള്ളൂ. പക്ഷെ യേശു എന്താ പറയുന്നത്? ഇവരെല്ലാവരേക്കാളും അവൾ കൂടുതലിട്ടിരിക്കുന്നു. എനിക്കതിൽ നിന്ന് മനസ്സിലായത്, ദ കൗണ്ടിങ് സിസ്റ്റം ഇൻ ഹെവൻ ഈസ് ഡിഫറെൻറ്റ് ഫ്രം അവർ കൗണ്ടിങ് സിസ്റ്റം, അവർ വാല്യൂ സിസ്റ്റം. നമ്മളെങ്ങനെ കാണുന്നത്, നമ്മൾ കാണുന്ന പോലെ അല്ല കർത്താവ് കാണുന്നത്. അതിൻ്റെ ഒരു കാരണം കൂടി പറഞ്ഞിട്ടുണ്ട്. 44 വായിച്ചു നോക്കി. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്ന് ഇട്ടു, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ളതൊക്കെയും തൻ്റെ ഉപജീവനം മുഴുവനും ഇട്ടു എന്ന് അവരോട് പറഞ്ഞു. They all gave out of their wealth, but she, out of her poverty, poured in everything, all she had to live on. അവളുടെ കയ്യിൽ മുന്നോട്ട് ജീവിക്കാൻ ആവശ്യമുള്ള, ചിലപ്പോൾ ഒരു റൊട്ടി പോലും ദൈവം നല്ല ഒരു റൊട്ടി മേടിക്കാനുള്ള പൈസയുള്ളൂ, അതുകൊണ്ടുവന്നിട്ടു. അപ്പോൾ യേശു സ്വർഗം കണക്ക് കൂട്ടുന്നത് നോട്ട് ദ എമൗണ്ട് ദാറ്റ് വി പുട്ട് ഇൻ, ബട്ട് ദ എമൗണ്ട് ഓഫ് സാക്രിഫൈസ് ദാറ്റ് വി പുട്ട് ഇൻ. എന്ത് കൊടുക്കുന്നു എന്നുള്ള എമൗണ്ട് അല്ല, അതിനപ്പുറത്ത് എത്രത്തോളം ത്യാഗപരമായി കൊടുക്കുന്നു. ഇതാണ് കർത്താവ് കാണുന്നത്. ആ സ്ത്രീ കൊടുത്തത് 100% ആണ്. അവളുടെ എല്ലാം കൊടുത്തു. സമ്പന്നരിട്ടപ്പോൾ അവർക്ക് ഒത്തിരി കോടികളുണ്ട്, അതിൽ നിന്നും ഒരു ചെറിയൊരു അംശമായിരിക്കാം ഇട്ടത്. അത് പുറമേ നോക്കുമ്പോൾ വലുതായിരിക്കും. പുറമേ നോക്കുമ്പോൾ അത് വലുതാണ്. ഇവൾ കൊടുത്തതുമായി കമ്പയർ ചെയ്യാൻ പോലും സാധ്യമല്ല. പക്ഷെ അവർക്ക് മൊത്തം ദൈവം കൊടുത്തതിൽ നിന്ന് അവർ കൊടുത്തപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ശതമാനം മാത്രമാണ്. ഒരുപക്ഷെ 1% പോലും ഉണ്ടാകണമെന്നില്ല, 0.1% കാണും. ഇവളാണെങ്കിൽ 100% കൊടുത്തു. സത്യം പറഞ്ഞാൽ നമ്മൾ വലിയ വലിയ ഓഫറിങ്ങോ നമ്മൾ വലിയ വലിയ ഡൊണേഷനെ കൊടുത്തു, ഞാൻ ഇത്രയും കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിരിക്കും. പക്ഷെ ദൈവം നോക്കുന്നത് ആ എമൗണ്ടിനേക്കാൾ ദ എമൗണ്ട് ഓഫ് സാക്രിഫൈസാണ്. എത്രത്തോളം ത്യാഗപരമായി നമ്മൾ കൊടുക്കുന്നു എന്നുള്ളതാണ് കർത്താവ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. 1-2 ഭാഗങ്ങൾ കൂടി വായിച്ചാലോ, എന്നാലും ഇത് ക്ലിയർ ആവുള്ളൂ. തെളിഞ്ഞെളിഞ്ഞു വരുന്നുണ്ട്. ജോൺ 13, യോഹന്നാൻ 13-ാം അധ്യായം 27 മുതൽ. As soon as Judas took the bread, Satan entered into him. So Jesus told him, "What you're about to do quickly." കണ്ണം വാങ്ങിയ ഉടൻ സാത്താൻ അവനിൽ കടന്നു. യേശു അവനോട്, നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു. ഇത് ഹോളി കമ്മ്യൂണിയൻ അല്ലെങ്കിൽ ലാസ്റ്റ് സപ്പർ അന്ത്യത്താഴം നടക്കുന്ന സമയമാണ്. കർത്താവ് പറഞ്ഞു, യൂദാസിനോട് പറയുകയാണ്, നീ ചെയ്യേണ്ടത് വേഗത്തിൽ ചെയ്യുക. 28, but no one at the meal understood why Jesus said this to him. എന്നാൽ ഇത് ഇന്നതിനെ കുറിച്ച് പറഞ്ഞുവെന്ന് പന്തിയിൽ ഇരുന്നവരിൽ ആരും അറിഞ്ഞില്ല. Since Judas had
had charge of the money. Some thought Jesus was telling him to buy what was needed for the festival or to give something to the poor. പണസഞ്ചി യൂദയുടെ പക്കലാകിയാൽ പെരുന്നാളിന് വേണ്ടുന്നത് മേടിപ്പാനോ ദരിദ്രർക്ക് വല്ലതും കൊടുപ്പാനോ യേശു അവനോട് കൽപ്പിക്കുന്നു എന്ന് ചിലർക്ക് തോന്നി. അപ്പോൾ സാധാരണ യേശു ഇങ്ങനെ പറയാറുണ്ട്, ജൂഡാസ് അവിടെ കുറച്ച് പൈസ അവിടെ കൊടുക്കും, അല്ലെങ്കിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചോളൂ, അപ്പോൾ ദരിദ്രന്മാർക്ക് ആ വിധവയ്ക്ക് എന്തെങ്കിലും കൊടുത്തേക്ക്. അങ്ങനെ യേശു ഇടയ്ക്കിടയ്ക്ക് യൂദായോട് പറയുന്നൊരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ വിചാരിക്കുന്നത് നീ വേദം ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് എന്തെങ്കിലും വാങ്ങാനോ, കാരണം ഫെസ്റ്റിവലാണ് വരുന്നത്, വലിയ ഫെസ്റ്റിവൽ വരുമോ അതിനോ, അല്ലെങ്കിൽ ദരിദ്രർക്ക് എന്തെങ്കിലും. അപ്പോൾ അതിൻ്റെ അതിൽ എനിക്ക് മനസ്സിലായി ജീസസിൻ്റെ മിനിസ്ട്രിയിൽ ഇങ്ങനെ കൊടുക്കുന്ന എന്തൊരു പരിപാടി ഉണ്ടായിരുന്നു, ദരിദ്രരെയൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ചാരിറ്റി യേശുവിനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എനിക്ക് തോന്നുന്നൊരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് എൻ്റെ വാട്സാപ്പിൽ എനിക്കൊരു മെസ്സേജ് കിട്ടി. മുംബൈയിൽ നിന്നൊരു സഹോദരിയാണ്. ഞാൻ കൃത്യമായി ഫുൾ ഡീറ്റെയിൽസ് ഓർക്കുന്നില്ലെങ്കിൽ സാരാംശം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ മുംബൈ ഭാഗത്ത് നടക്കുമ്പോൾ ഈ സഹോദരി അവിടെ വന്നു. സഹോദരിയോട് വന്നപ്പോൾ അവൾ പറഞ്ഞിരിക്കുന്ന ഇതാണ്, തിരിച്ചു പോകാനുള്ള പൈസ പോലും ഇല്ല. അതുപോലൊരു ദാരിദ്ര്യം വന്നിട്ട് കടം കയറി തകർന്ന് തരിപ്പണമായി വന്നു. ഞാൻ മറന്നുപോയി സംഭവം, പക്ഷേ ആ സഹോദരി അയച്ചിരിക്കുന്ന ഓഡിയോ ആണ്. ടെക്സ്റ്റ് മെസ്സേജിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. ആ സമയത്ത് ഈ കാര്യങ്ങൾ പറഞ്ഞ സമയത്ത്, ഈ വിഷയം പറഞ്ഞ സമയത്ത് പറയുന്നത്, ഡാമിയൻ ബ്രദർ ഉടൻ തന്നെ 1000 രൂപയാണെന്ന് തോന്നുന്നു എന്തോ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് അവരുടെ കയ്യിൽ കൊടുത്തു. ഉടൻ തന്നെ ആ പൈസ എടുത്ത് കൊടുത്ത് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, ദൈവം ഇതിൽ നിന്നും ഒരു വിശാലത കൂടെ, ഒരു പ്രൊഫറ്റിക് ആക്ട് പോലെ ചെയ്തതാണ്. പലർക്കും ഞാൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ രഹസ്യമായി. ആ സഹോദരി പറയുന്നതിന് ശേഷം ഇന്ന് ചില വർഷങ്ങൾ കഴിഞ്ഞു. ആ മൊമെന്റ് മുതൽ അവരുടെ സാമ്പത്തികത്തിൽ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അവരുടെ പല കടങ്ങളും മാറി. ഇനി എന്ത് നിസ്സാരം എന്തേ ഉള്ളൂ, അവർക്ക് ജോലി കിട്ടി. അവർ പറയുന്നത് കൃത്യമായ ആ പോയിന്റ് അറിയാം. അവിടെ മുതൽ അങ്ങോട്ട് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം ദൈവം വലിയൊരു ചേഞ്ച് അവരുടെ ഗ്രാഫിൽ വരുത്തി. ഞാൻ കേട്ട് ദൈവത്തെ സ്തുതിച്ചു. കാരണം God is a God who can change the situations around. നമ്മുടെ അവസ്ഥകളെ മാറ്റുന്നവനാണ് യേശു. അത് വിശ്വസിച്ചേ പറ്റൂ. അതുകൊണ്ട് എത്രയോ 100 സാക്ഷ്യങ്ങളാണ്. ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് വരുന്നവരിൽ അധികവും ലക്ഷപ്രഭുക്കന്മാരും കോടീശ്വരന്മാരുമാണ്. ഇൻ ദ സെൻസ് കോടികളുടെ കടം, ലക്ഷങ്ങളുടെ ലോൺ, ബിസിനസ് പൊളിഞ്ഞത്, ഇതെല്ലാം കഴിയുമ്പോഴാണ് അധികം മനുഷ്യരും വരുന്നത്. അല്ലാത്തവർ വരുന്നില്ലെന്നല്ല, ഒത്തിരി പേര് വരുന്നുണ്ട്. ആത്മീയദാഹം കൊണ്ട്, അവർക്ക് പഞ്ഞം ഉണ്ടായിട്ടല്ല, ദാരിദ്ര്യം ഉണ്ടായിട്ടല്ല, വേണ്ടത്ര ബാങ്ക് ബാലൻസ് ഉണ്ട്, ആസറ്റ്സ് ഉണ്ട്, പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാം ഉണ്ട്. അങ്ങനെയുള്ളവരും വരുന്നുണ്ട്. പക്ഷെ അധികം ആരാ വരുന്നത്? എല്ലാം തകർന്നു. കോടികളുടെ കടമുള്ള കോടീശ്വരന്മാർ, ലക്ഷങ്ങൾ കടമുള്ള ലക്ഷപ്രഭുക്കന്മാർ ഒക്കെ വരും. എത്രയോ പേരുടെ അവസ്ഥകൾ യേശു മാറ്റുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഞങ്ങളുടെ ശുശ്രൂഷ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു യു ആർ ഇൻ ദ ക്യൂ ആൻഡ് ഇറ്റ് ഈസ് യുവർ ടേൺ നൗ. ദൈവം മാറ്റങ്ങൾ വരുത്താൻ പോകും. 2 Corinthians 8:9 പറയുന്നത്, 2 Corinthians 8:9, for you know the grace of our Lord Jesus Christ, that though he was rich, yet for your sake he became poor, so that you through his poverty might become rich. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നനായിരുന്നിട്ടും അവന്റെ ദാരിദ്ര്യത്താൽ നിങ്ങൾ സമ്പന്നനാകേണ്ടതിന് നിങ്ങൾ നിമിത്തം അവൻ ദരിദ്രനായി തീർന്ന കൃപ നിങ്ങൾ അറിയുന്നുവല്ലോ. ഇത്രയും മാത്രം ഓർത്താൽ മതി, വേറെ കോംപ്ലിക്കേഷൻ ഒന്നും ചിന്തിക്കണ്ട. യേശു ദരിദ്രനായി തീർന്നത് ഞാൻ സമ്പന്നനാകാനാണ് പറഞ്ഞത്. യേശു ദരിദ്രനായി തീർന്നത് ഞാൻ സമ്പന്നനാകാൻ വേണ്ടിയിട്ടാണ്. ഒരിക്കൽ കൂടെ പറയാൻ കൊള്ളാം. യേശു ദരിദ്രനായി തീർന്നത് ഞാൻ സമ്പന്നനാകാനായിട്ടാണ്. ഒരു പ്രാവശ്യം കൂടി പറയുന്നത്, യേശു ദരിദ്രനായി തീർന്നത് ഞാൻ സമ്പന്നനാകാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ബ്രദറെ, ഈ
ആത്മീയ സമ്പന്നതയെക്കുറിച്ചല്ലേ പറഞ്ഞിരിക്കുന്നത്. ആത്മീയ സമ്പന്നതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് ഇല്ലെന്ന് അറിയണമെങ്കിൽ കണ്ണടയുള്ളവർ കണ്ണട ഊരി വെക്കുക, കണ്ണട ഇല്ലാത്തവർ കണ്ണട എടുത്ത് വെക്കുക, എന്നിട്ട് വായിക്കുക. ഇതുവരെ വായിച്ച ശരിയായില്ലെന്നാണ്. കാരണം 2 കൊരിന്ത്യർ 8-ാം അധ്യായം 9-ാം അധ്യായത്തിൽ മുഴുവൻ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചാണ്. ഉദാഹരണത്തിന് മക്കതോന്യ സഭ മാസിഡോണിയൻ ചർച്ചിന് കിട്ടിയ ഒരു ഗ്രേസിനെ കുറിച്ച് പറയുന്നുണ്ട്. കഷ്ടത അല്ല, ദാരിദ്ര്യം എന്ന മഹാകഷ്ടത്തിൽ ഇരുന്നിട്ടും അവർ ഒത്തിരി കൊടുത്തു. അതിനെക്കുറിച്ചാണ് പറയുന്നത്. തുടങ്ങുന്നത് തന്നെ 8-9 അധ്യായത്തിൽ മുഴുവൻ പറയുന്നത് ഫൈനാൻസസ് ആണ്. അതിനിടയിലാണ് പറയുന്നത് യേശു ദരിദ്രനായി തീർന്നത് നമുക്ക് സമ്പന്നത ഉണ്ടാണ്. അപ്പോൾ അത് ആത്മീയമാണ്. പ്രൈമറിലി ഇറ്റ് ഈസ് മെറ്റീരിയൽ തിങ്സ്. പ്രൈമറിലി മറ്റതില്ലെന്നല്ല, തീർച്ചയായിട്ടും ഉണ്ട്. അപ്പോൾ വന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ ആത്മീയമായി സമ്പന്നരാകുന്നത്. ഒരു വിഷയം കൂടെ ജെയിംസ് 2:5 കൂടെ ഒന്ന് കുറിച്ച് വെച്ചാൽ നല്ലതാണ്. അവിടെ പറയുന്നത്, ലിസൺ മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, has not God chosen those who are poor in the eyes of the world to be rich in faith to inherit the kingdom he promised those who love him? പ്രിയ സഹോദരന്മാരെ കേൾപ്പിൻ, ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാക്കേണ്ടതിന് തിരഞ്ഞെടുത്തില്ലയോ? അവിടെ പറയുന്നത് എന്താണ്? ഈ ലോകത്തിൽ ദരിദ്രരായവരെ ദൈവം എന്തിനു വേണ്ടി തിരഞ്ഞെടുക്കുന്നു? ആത്മീയമായി സമ്പന്നരാകാൻ. ഹല്ലേലൂയ. മൊത്തത്തിൽ ഞാൻ അങ്ങ് സംഗ്രഹിച്ചു പറഞ്ഞാൽ, ജീസസ് ആൻഡ് ദ പൂർ, യേശുവും ദരിദ്രന്മാരും. യേശു ദരിദ്രന്മാരെ എങ്ങനെ കണ്ടു? യേശുവിൻ്റെ മിനിസ്ട്രിയിൽ ദരിദ്രന്മാർക്ക് വലിയൊരു സ്ഥാനമുണ്ടായിരുന്നു. വെരി ക്ലിയർ. യേശുവിൻ്റെ മിനിസ്ട്രി ഫണ്ടിൽ നിന്നും പൈസ കൊടുക്കുമായിരുന്നു. അവർക്ക് വേണ്ടി അദ്ദേഹം ശക്തമായ സുവിശേഷം പ്രസംഗിച്ചു. ദരിദ്രരെ അദ്ദേഹം അടുത്തേക്ക് വിളിച്ചു. അവരെ കർത്താവ് ആത്മീയമായി സമ്പന്നരാക്കി. അവരുടെ അവസ്ഥകളും മാറ്റി. അങ്ങനെയാണെങ്കിൽ സമ്പന്നരെ കർത്താവ് എന്ത് ചെയ്തു? അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം. മിസ് ചെയ്യരുത്, പ്ലീസ് ഡോണ്ട് മിസ് ഇറ്റ്. കാരണം ഇതെല്ലാം കൂടി വന്നാലേ ബാലൻസ് ഉണ്ടാകും. നാളെ ഞായറാഴ്ചയാണ്. നമുക്ക് 2 ആരാധനകളുണ്ട്, 8 മണിക്കും 10 മണിക്കും. മറക്കരുത്, പ്രാർത്ഥിക്കാം. കർത്താവേ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. വലിയ അത്ഭുതങ്ങൾ ഓരോരുത്തർക്കായി അങ്ങ് ചെയ്യണമേ. രോഗികളെ അങ്ങ് സൗഖ്യമാക്കുന്നതിനായി നന്ദി പറയുന്നു. ഏത് രോഗമാണ് കൈനീട്ടുക കർത്താവ്, ഏത് രോഗത്തെ അങ്ങ് സ്പർശിച്ച് സൗഖ്യമാക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഞാൻ എല്ലാ ദിവസവും ആവർത്തിക്കുന്ന ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കുള്ളതാണ്. ജസ്റ്റ് പോസ്റ്റേജ് ആൻഡ് ഹാൻഡ്ലിംഗ് ചാർജസ്, ഇറ്റ് വിൽ ബി യൂഴ്സ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് സ്ക്രീനിൽ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രെയർ ലൈനിൽ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ, നിങ്ങളുടെ സാക്ഷ്യങ്ങളൊക്കെ പറയുക. നാളത്തെ ആരാധനയിൽ കാണാം. ഇന്ന് വൈകിട്ടത്തെ മീറ്റിങ്ങിൽ കാണാം. എല്ലാ ദിവസവും വൈകിട്ടും രാവിലെയും വൈകിട്ടും നമുക്ക് കാണാം. God bless you all. Bye-bye. This is a breaking news. This is a good news. ഇത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആണ്, ഒരു ഗുഡ് ന്യൂസ് ആണ്. In this pandemic season, Blessing Today is planning something, a huge project to help you grow in the Lord. കർത്താവിൽ വളരുവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകമായ വലുതായിട്ടുള്ള ഒരു പദ്ധതി ബ്ലെസ്സിംഗ് ടുഡേ പ്ലാൻ ചെയ്യുകയാണ്. This is about the bunch of books that we are going to distribute everywhere. എല്ലായിടത്തേക്കും ഒരു കൂട്ടം പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിയാണ് ഈ ഒരു പദ്ധതി എന്നുള്ളത്. This is almost free of cost. ഇത് ഏതാണ്ട് ഇത് ഫ്രീ ആണ്. But you need to pay only the postage and the handling charges. നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ടത് പോസ്റ്റേജും അത് കൈകാര്യം ചെയ്യുവാനുള്ള പണവും മാത്രമാണ്. The list of the set of books that we are going to give you is worth maybe around 1,000 rupees. ഞങ്ങൾ നിങ്ങൾക്ക് നൽകുവാൻ പോകുന്ന പുസ്തകക്കൂട്ടത്തിന് നൽകേണ്ടുന്ന വില യഥാർത്ഥത്തിൽ ഏതാണ്ട് 1000 രൂപയാണ്. But you need to pay just 200 rupees as postage and handling charges. എന്നാൽ നിങ്ങൾ അതിനുവേണ്ടി നൽകേണ്ട തുക എന്നുള്ളത് വെറും 200 രൂപ മാത്രമാണ്. അത് പോസ്റ്റേജ് ഇനത്തിലും മറ്റ് അതിന്റെ പാക്കിങ്ങിനും വേണ്ടിയിട്ട് മാത്രമുള്ളതാണ്. Maybe some of these Blessing Today titles you already have. ബ്ലെസ്സിംഗ് ടുഡേയുടെ ചില ടൈറ്റിലുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ തന്നെ ഉണ്ടായിരിക്കും. But get
different sets of these books so that you can give to others as gifts. എന്നാൽ ഇത്തരത്തിലുള്ള ഈ പുസ്തകക്കൂട്ടം നിങ്ങൾ കയ്യിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഇത് വിതരണം ചെയ്യുവാൻ സാധിക്കും. Maybe you have all the books, but what you can do is give us your friends' address. We will send the sets of book directly to them. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കൂട്ടുകാരുടെ അഡ്രസ് ഞങ്ങൾക്ക് തരിക, ഞങ്ങൾ ഈ പുസ്തകം അവർക്ക് അയച്ചു കൊടുക്കാം. And this is very, very, very easy. ഇത് വളരെ വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. Just Google Pay 200 rupees to Blessing Today Resources WhatsApp number. ഈ സമയത്ത് ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസ് വാട്സ്ആപ്പ് നമ്പറിലേക്ക് ദയവായി 200 രൂപ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യുക. Or you can send money order. അല്ലെങ്കിൽ നിങ്ങൾക്ക് മണി ഓർഡർ അയക്കാൻ Or you സാധിക്കും, can do a bank transfer. അല്ലെങ്കിൽ ഒരു ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യാൻ All സാധിക്കും. the details are shown on the screen. ഈ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. But remember to send the image, the photo of the transaction details to the Blessing Today Resources WhatsApp number. എന്നാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പണം അയച്ചിട്ടുള്ളത് എന്നുള്ളതിന്റെ വിവരങ്ങൾ, അതിന്റെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഫോട്ടോ എടുത്ത് ഇപ്പോൾ കാണുന്ന ബ്ലെസ്സിംഗ് ടുഡേ റിസോഴ്സസിന്റെ വാട്സ്ആപ്പ് നമ്പറിൽ ദയവായി അയക്കുക. Don't send it to any other WhatsApp number. മറ്റ് ബ്ലെസ്സിംഗ് ടുഡേയുടെ മറ്റ് വാട്സ്ആപ്പ് നമ്പറുകളിൽ ഈ കാര്യം അയക്കരുത് എന്നുകൂടെ ഓർപ്പിക്കുകയാണ്. Also, do remember to send in your clear, full address and phone number. അപ്പോൾ തന്നെ ഏത് വ്യക്തിക്കാണോ അയക്കേണ്ടത് അത് നിങ്ങളുടേതാണെങ്കിൽ അങ്ങനെ, മറ്റൊരു വ്യക്തിയുടേതാണെങ്കിൽ ആ വ്യക്തിയുടെ മേൽവിലാസം വളരെ വ്യക്തതയോടെ തന്നെ എഴുതി അറിയിക്കുക. From Blessing Today office, we will be sending it as registered parcel. ബ്ലെസ്സിംഗ് ടുഡേ ഓഫീസിൽ നിന്ന് അത് രജിസ്റ്റേർഡ് പാർസലായിട്ട് അവർക്ക് അയച്ചു കൊടുക്കുന്നതാണ്. And you will be provided with the tracking number so that you can track the parcel. അത് മാത്രമല്ല നിങ്ങൾക്ക് അതിന്റെ ട്രാക്കിംഗ് നമ്പർ കൂടെ ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ആ പാർസൽ ട്രാക്കിംഗ് രീതികൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. But remember, this offer remains only till there is stock of the books. ഈ പുസ്തകത്തിന്റെ സ്റ്റോക്ക് ഉള്ളിടത്തോളം മാത്രമായിരിക്കും ഇത് ലഭ്യമാകുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുക. And in case as it progresses, if any one of the titles we are running short, we will be sending the remaining books. ഇനി ഏതെങ്കിലും ഇതിലെ ടൈറ്റിലുകൾ, ഏതെങ്കിലും പുസ്തകങ്ങൾ ഇതിനകത്ത് കുറവ് വന്നു പോയാൽ ബാക്കിയുള്ളവയായിരിക്കും നിങ്ങൾക്ക് അയക്കുന്നത് എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. And remember, we cannot send this outside India. അത് മാത്രമല്ല ഇന്ത്യക്ക് വെളിയിലേക്ക് ഞങ്ങൾക്ക് ഇത് അയക്കുവാൻ സാധ്യമല്ല എന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. You need to send only 200 rupees. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ അയക്കേണ്ട, വീണ്ടും ഓർമ്മിപ്പിക്കട്ടെ, 200 രൂപ മാത്രമാണ്. But if God is prompting you to send more money, no problem, it will be used for sending to others. ഇനിയിപ്പോൾ ദൈവം നിങ്ങളോട് കൂടുതൽ പണം അയക്കണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അയക്കാം. കാരണം മറ്റുള്ള അനേകർക്ക് നമുക്ക് ഈ പുസ്തകങ്ങൾ അയക്കുവാൻ സാധിക്കും. Or you can sponsor the whole set for some people. You can send 500 rupees or 1,000 rupees or 5,000 rupees or 50,000 rupees, no problem. That more and more people will be blessed. അല്ലെങ്കിൽ നിങ്ങൾക്ക് 500 രൂപയോ 5,000 രൂപയോ 50,000 രൂപയോ ഏതാണോ ദൈവം നിങ്ങളോട് പറയുന്നത് അത് കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്രദമാകുവാൻ വേണ്ടി നിങ്ങൾക്ക് അയക്കാൻ സാധിക്കും. And I have also a desire in my heart. എൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വലിയ ആഗ്രഹമുണ്ട്. We want to gift at least one Tamil prayer diary to every Tamil family residing in the state of Kerala. കേരളത്തിൽ താമസിക്കുന്ന ഓരോ തമിഴ് കുടുംബത്തിനും ഒരു തമിഴ് പ്രയർ ഡയറി എങ്കിലും കൊടുക്കണം എന്നുള്ളത് എൻ്റെ ഹൃദയത്തിലെ ആഗ്രഹമാണ്. And we can work together. നമുക്ക് ഒരുമിച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കാം. And also to print these Tamil prayer diaries, you can send your financial gifts. അതുമാത്രമല്ല ഈ ഒരു തമിഴ് പ്രയർ ഡയറി പ്രിന്റ് ചെയ്യുവാനായിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുവാൻ ആവശ്യപ്പെടുകയാണ്. So that we can bless all the Tamil people in the state of Kerala free of cost. അങ്ങനെയെങ്കിൽ കേരളത്തിലുള്ള എല്ലാ തമിഴ് തൊഴിലാളികൾക്കും അത്തരത്തിലുള്ള കുടുംബങ്ങൾക്കും നമുക്ക് ഇത് ഫ്രീ ആയിട്ട് നൽകുവാൻ സാധിക്കും. Take your mobile phones right away, Google Pay that amount, and these books will be yours, or you can send it to other people. ഈ സമയത്ത് നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് ഇപ്പോൾ തന്നെ ഗൂഗിൾ പേ ചെയ്യുക. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്കും അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ഉടനടി സ്വന്തമാകാൻ പോവുകയാണ്.